Let's learn some new advanced English idioms. നിങ്ങളൊരു ആവറേജ് നോർമൽ ഇംഗ്ലീഷ് സ്പീക്കർ ആണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജിനെ കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആക്കാനായിട്ട് ഇതുപോലത്തെ ഇഡിയംസ് സഹായിക്കും. ഇങ്ങനത്തെ പുതിയ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് പഠിക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഇഡിയമാണ് ടു ബി ഓൺ ദ സെയിം പേജ്. സോ ടു ബി ഓൺ ദ സെയിം പേജ് എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ഒരേ കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരേ കാര്യത്തിൽ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ വി കുഡ് സേ വി ആർ ഓൺ ദ സെയിം പേജ്. സോ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് വി ആർ ഓൺ ദ സെയിം പേജ്, ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം സെയിം ആണ്, ഒന്നാണ്, നമ്മൾ അതിനോട് എഗ്രി ചെയ്യുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, ബിഫോർ വി മൂവ് ഫർദർ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഓൺ ദ സെയിം പേജ്. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഉറപ്പുവരുത്തണം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പറയുന്ന കാര്യം ഒന്നാണ്, നമ്മൾ ഒരേ കാര്യത്തിൽ തന്നെയാണ് എഗ്രി ചെയ്യുന്നത് എന്നുള്ളത്. സോ ദ നെക്സ്റ്റ് ഇഡിയം ഇസ് ടു ബി അണ്ടർ വെദർ. സോ ടു ബി അണ്ടർ വെദർ എന്ന് പറഞ്ഞാൽ വയ്യാതിരിക്കുകയാണെന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ഓക്കെ അല്ല, നമ്മൾ വയ്യാതിരിക്കുകയാണെങ്കിൽ വി കുഡ് സേ ദാറ്റ് ഐ ആം അണ്ടർ വെദർ. ഫോർ എക്സാമ്പിൾ, ഐ ആം ഫീലിംഗ് എ ബിറ്റ് അണ്ടർ വെദർ സോ ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. എന്ന് വെച്ചാൽ ഞാനിപ്പോ അത്ര ഓക്കെ അല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം എന്നാണ് അർത്ഥം വരുന്നത്. ദ തേർഡ് ഇഡിയം ഇസ് ടു ബ്രേക്ക് ദി ഐസ്. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഒരാളെ മീറ്റ് ചെയ്യാണ്, ഒരു പാർട്ടിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് പുതുതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ആ പുതുതായിട്ട് കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ ഉള്ളൊരു ഫോർമാലിറ്റി, ആ ഒരു മടി, ചടപ്പ്, അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഗെയിം ചെയ്യുന്നതായിരിക്കാം, ഗെയിം ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തമാശ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ക്രാക്ക് സം ജോക്സ് അറ്റ് ദ മീറ്റിംഗ് ടു ബ്രേക്ക് ദി ഐസ്. എന്ന് വെച്ചാൽ മീറ്റിംഗിൽ ആ ഒരു പുതുതായിട്ട് കാണുന്ന ആ ഒരു ചടപ്പ് മാറ്റാനായിട്ട് അവൻ കുറച്ച് തമാശ പറഞ്ഞു എന്നാണ് അർത്ഥം. സോ ഇതുപോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇഡിയംസ് പഠിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കുക. താങ്ക് യു. English Mitra. Stop worrying, start learning.